അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ സിങ്കിനുള്ളിൽ നിന്നും ആരൊക്കെയോ സംസാരിക്കുന്നത് പോലെയുള്ള ചില ശബ്ദങ്ങൾ അവൾ കേൾക്കുകയാണ്. ആരാണ് അതിനുള്ളിൽ നിന്ന് സംസാരിക്കുക? ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെ അവൾ ആ ശബ്ദങ്ങൾ കേൾക്കുകയാണ്. തുടരെയുള്ള ദിവസങ്ങളിലും അവൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വൈകുന്നേരം വരുന്ന ഭർത്താവിനോട് അവൾ പറയുന്നുണ്ട്, ഇന്ന് പാചകം ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല, പക്ഷേ ഈ വീട്ടിനുള്ളിൽ മറ്റെന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഭർത്താവ് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, സിങ്കിനുള്ളിൽ നിന്നും ആരോ സംസാരിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു. പാത്രം കഴുകി കഴിയുമ്പോൾ ആ വെള്ളം താഴേക്ക് പോയി കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്നും കേൾക്കുന്നത് ആരൊക്കെയോ സംസാരിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങളാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, എനിക്ക് വട്ടാണെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ വരണ്ട, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ ഭർത്താവ് സംശയത്തോടു കൂടി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല, പക്ഷെ അയാൾക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നുന്നു. തൊട്ടടുത്ത വീട്ടിൽ നിന്നും എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേൾക്കുന്നു. തന്റെ റൂമിന്റെ മതിലിലേക്ക് ആരോ ഇടിക്കുന്നത് പോലെയുള്ള ശബ്ദം. അങ്ങനെ നമ്മുടെ നായകൻ എഴുന്നേറ്റ് തെറി വിളിച്ചുകൊണ്ട് അയൽപ്പക്കത്തെ വീട്ടിലേക്ക് ചെന്ന് ബെല്ലടിക്കുന്നു. എന്നാൽ ആ വാതിലാരും തുറക്കുന്നില്ല. പക്ഷെ സ്പീക്കറിലൂടെ എന്തോ ഒരു ശബ്ദം അയാൾക്ക് കേൾക്കാൻ സാധിക്കുന്നു. ശബ്ദം കേട്ട് അയാൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ തന്റെ ഭാര്യ വാഷ്റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വാഷ്റൂം തുറന്നു നോക്കുമ്പോൾ അയാൾ കാണുന്നത് ഭീകരമായ ഒരു ദൃശ്യമാണ്. അന്തരീക്ഷത്തിലൂടെ പറന്ന് ഒരു മതിലിൽ നിന്നും അടുത്ത മതിലിലേക്ക് തന്റെ മുഖം കൊണ്ടിടിക്കുന്ന തന്റെ ഭാര്യയാണ് അയാൾ കാണുന്നത്. എത്രയൊക്കെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടും ഒന്നും സാധിക്കുന്നില്ല. അങ്ങനെ ഭീകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ തന്റെ ഭാര്യയുടെ മരണം അയാൾ കൺമുന്നിൽ കാണുന്നു. ഇതിൽ നിന്നും പിന്നീട് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യുന്ന കഥ അത്യാവശ്യം നല്ല രീതിയിൽ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും വലിയ വലിയ സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഈ സിനിമയിലുള്ളത്. എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ല ജംസ്കെയറുകളുള്ള ഒരു കിടിലൻ സിനിമയാണ് ടെറിഫൈഡ് എന്ന് പറയുന്ന ഈ മൂവി. ഇതൊരു അർജന്റീനൻ മൂവിയാണ്. 2017 ഈ സിനിമ പുറത്തിറങ്ങിയത്. ബ്യൂണസ് ഐറസിന്റെ പരിസര പ്രദേശങ്ങളിൽ നടക്കുന്ന ഒരു സംഭവം എന്നോണമാണ് ഈ സിനിമ പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി ഉള്ള സിസ്റ്റം യൂസ് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ജംസ്കെയറുകളും അതുപോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ സിനിമ ഏറ്റവും നന്നായിട്ട് നമ്മളിലേക്ക് കടത്തിവിടുന്നത്. ഒരുപക്ഷെ കിടന്നുറങ്ങുന്നവർ അല്ലെങ്കിൽ കട്ടിൽ കിടന്നാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നതെന്നുണ്ടെങ്കിൽ കട്ടിലിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കൂടി നോക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായിട്ടും ഈ സിനിമ കഴിയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അത് നോക്കിയിരിക്കും. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. എനിവേ, ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന അത്യാവശ്യം പേടിപ്പിക്കുന്ന ഒരു ഹൊറർ സിനിമ തന്നെയാണ് ടെറിഫൈഡ്. അപ്പോൾ സിനിമ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും